ഹായ് ഡിയേഴ്സ്, ടാറോ ജൂണിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ എക്സ് പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചു പോയത് ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഈ രണ്ട് വ്യക്തികളുടെയും ഇടയിൽ ഒരുപാട് പ്രോബ്ലംസ് നടക്കുന്നുണ്ട്. അവർ ചിന്തിച്ചു ഇതൊരു ബ്യൂട്ടിഫുൾ ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആയിരിക്കുമെന്ന്. പക്ഷെ അവരെന്താണോ പ്ലാൻ ചെയ്തത്, എന്തൊക്കെയാണോ ചിന്തിച്ചിരുന്നത്, നടന്നത് അങ്ങനെ ഒന്നും തന്നെയല്ല. അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊരുപാട് പ്രോബ്ലംസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസണേറ്റ് ചെയ്യണമെന്നില്ല. ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയാണോ നിങ്ങളുടെ എക്സ് നിങ്ങളെ വിട്ടുപോയതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ റീഡിങ്. അപ്പോൾ അവരുടെ ഇടയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഇട്ടിരുന്ന കാർഡ് ദ ഫുൾ ആണ്. നിങ്ങളുടെ പേഴ്സണ് ഈ തേർഡ് പാർട്ടി ആയിട്ടുള്ള റിലേഷൻ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് അല്ല, റീസൺലി ഉണ്ടായതാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ റീഡിങ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ റിലേഷൻ ഒരിക്കലും ഒരു ലോങ് ടേം പോവില്ല. ഈ റിലേഷൻ അധികം താമസിയാതെ തന്നെ അത് എൻഡ് ആകുമെന്നാണ് നമ്മളോട് ഇവിടെ ഈ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 5 ഓഫ് വാൻഡ്സ്. ഇവർ രണ്ടും തമ്മിൽ ഒരുപാട് ഈഗോ ക്ലാഷ് ഉണ്ടാകുന്നുണ്ട്. അതായത് മുൻപ് ഇവർ കുറേ കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തിരുന്നു. ഇവരുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവർ കുറച്ച് എഗ്രിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇപ്പോൾ അവർ തമ്മിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. അതൊന്നും തന്നെ നടക്കുന്നില്ല. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പരസ്പരം എഗ്രി ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 4 ഓഫ് വാൻഡ്സ്, 3 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ശരിക്കും ഈ പേഴ്സൺ നിങ്ങളെ വിട്ട് തേർഡ് പാർട്ടിയുടെ കൂടെ പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, തേർഡ് പാർട്ടിക്ക് ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. ശരിക്കും അവരുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൻ്റെ ടാഞ്ചിബിൾ ആയിട്ടുള്ള സ്വത്തിലായിരുന്നു അവരുടെ കണ്ണ്. അത് പ്രോപ്പർട്ടി ആയിരിക്കാം, ബിസിനസ് ആകാം, ഇപ്പോൾ എന്തെങ്കിലും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവാം, ബാങ്ക് ബാലൻസ്, അങ്ങനെ എന്തും തന്നെ ആയിരിക്കാം. അവർ നിങ്ങളുടെ പേഴ്സണെ ഇതെല്ലാം കണ്ടിട്ട് അവർ നിങ്ങളുടെ പേഴ്സണെ ഒരു ട്രാപ്പിൽപ്പെടുത്തുകയായിരുന്നു. അല്ല, ട്രാപ്പിൽപ്പെടുത്തുകയായിരുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും ഒരു കുട്ടിയല്ലല്ലോ അങ്ങനെ ട്രാപ്പിലാക്കി കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഈ കണക്ഷൻ്റെ ഒരു ലിങ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ സ്വത്ത് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ അത് അവർക്ക് കൊടുക്കാമെന്നും എഗ്രി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് ഒരു നല്ല റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു. നിങ്ങളുടെ പേഴ്സണെ കിട്ടാൻ വേണ്ടി അവർ സ്പെൽ വർക്ക്, അഫോർമേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും പലതും ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പം ചില വ്യക്തികളിപ്പോൾ ചിന്തിക്കും, അതായത് എൻ്റെ വ്യൂവേഴ്സിൽ ചിലരിപ്പോൾ ചിന്തിക്കും, എൻ്റെ പേഴ്സൺ ഒരു പാവമായിരുന്നു, തേർഡ് പാർട്ടി എന്തെങ്കിലും ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തിട്ട് അവരെ അട്രാക്റ്റ് ചെയ്തെടുത്തതാണ് എന്നൊക്കെ. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സ്പെൽ വർക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്, അഫോർമേഷൻ, അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അവരുടെ ഫീലിങ്സിൻ്റെ ഒരു തീവ്രത കൂട്ടും, അത് ശരിയാണ്. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സണ് ഈ തേർഡ് പാർട്ടിയോട് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല എന്ന് വെച്ചോ, അങ്ങനെയെങ്കിൽ ഈ ബ്ലാക്ക് മാജിക് ഒന്നും ഒരിക്കലും വർക്കാവില്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് വർക്കാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സണ് അവരോടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, നിങ്ങളുടെ പേഴ്സൺ അവരോട് അട്രാക്ഷൻ ഉണ്ടായിരുന്നു, ഈ ഒരു റിലേഷന് നിങ്ങളുടെ പേഴ്സണും മൈൻഡിൽ താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ തമ്മിലൊരു റിലേഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. ഇനി നിങ്ങളുടെ പേഴ്സൺ അതുപോലെ തന്നെ അവരുടെ ഡിമാൻഡ്സ് എല്ലാം എഗ്രി ചെയ്തു. അവർക്കിപ്പോൾ അങ്ങനെ ചെയ്തു, പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിനിപ്പോൾ എന്തോ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് ബാക്കോട്ട് മാറി. അപ്പോഴാണ് ഈ റിലേഷനിൽ പ്രോബ്ലംസ് ഉണ്ടാകാൻ തുടങ്ങിയത്. നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി ഈ ഡിമാൻഡ്സും കാര്യങ്ങളും എല്ലാം അംഗീകരിച്ച് കഴിഞ്ഞാൽ അത് അവനവന് തന്നെ ദോഷമാവുമെന്ന് മനസ്സിലായപ്പോഴാണ് നിങ്ങളുടെ വ്യക്തി പുറകോട്ട് മാറാൻ തുടങ്ങിയത്. അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ
നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണമെന്ന് ഒരു വല്ലാത്ത തോന്നൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പേഴ്സണിൽ നിന്ന് ഒരു കോൾ എക്സ്പെക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മെസ്സേജ്. ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് വന്നിട്ട് പറയും, ഇതൊരു ബിസിനസ് ഡീലാണ്, ഞങ്ങൾ തമ്മിൽ യാതൊരു ഡീലുമില്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഇല്ല, അതായത് നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചതാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. ശരിക്കും ഈ തേർഡ് പാർട്ടി സത്യത്തിൽ നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കുന്നതേ ഇല്ല. നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള ബെനിഫിറ്റ്സ്, മോണിറ്ററി ബെനിഫിറ്റ്സ് മാത്രം കണ്ടിട്ടാണ് അവർ നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ കൂടിയിട്ടുള്ളത്. ഈ വ്യക്തിയിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ എക്സ് പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് വളരെ താമസിയാതെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് എക്സ്പെക്റ്റ് ചെയ്യാം. അതിപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്, ഫ്രണ്ട്സിന്, അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ന നിലയിലൊക്കെ ആയിരിക്കുള്ളൂ ആ വ്യക്തി അവരെയും കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, തേർഡ് പാർട്ടി ഇവരുടെ ലൈഫിലേക്ക് വന്നത് ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് കണ്ടിട്ട് തന്നെയാണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി വെൽ സെറ്റാണ്. അത് കണ്ടിട്ട് മാത്രമാണ് ആ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. ഇനി തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് ഇപ്പോൾ ഉള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ തേർഡ് പാർട്ടി ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ തേർഡ് പാർട്ടി അവരെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ടാണ് ഈ റിലേഷനിൽ നിന്നും അവർ പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന് അത് ശരിയാവില്ല, അല്ലെങ്കിൽ അവരുടെ പാരൻസ്, അങ്ങനെ ഓരോരോ എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് അവർ നിങ്ങളുടെ പേഴ്സണെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. തേർഡ് പാർട്ടി ഇപ്പോൾ വേറെ ആരോമായി ഒരു ന്യൂ കണക്ഷന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ പേഴ്സണിൽ നിന്നും അവർ വിചാരിച്ച അല്ലെങ്കിൽ അവർ എക്സ്പെക്റ്റ് ചെയ്ത കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ നിങ്ങളുടെ പേഴ്സണെ അവോയ്ഡ് ചെയ്തിട്ട് അവർ വേറൊരു കണക്ഷന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തേർഡ് പാർട്ടിയുടെ പർപ്പസ് നടക്കാത്തത് കൊണ്ട് തന്നെ അവരിപ്പോൾ നിങ്ങളുടെ പേഴ്സണെ വിട്ടിട്ട് പോവുകയാണല്ലോ. ഇത് നിങ്ങളുടെ പേഴ്സണ് കിട്ടിയ കർമ്മയാണ്, അതായത് നിങ്ങൾക്ക് നീതി കിട്ടിയെന്നർത്ഥം. അപ്പോൾ അവർ ചെയ്ത ആ കർമ്മ അവർക്ക് തിരിച്ചു കിട്ടുകയാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് തേർഡ് പാർട്ടിയുടെ കൂടെ പോയി. അപ്പോൾ ആ തേർഡ് പാർട്ടി എന്ത് ചെയ്തു? നിങ്ങളുടെ പേഴ്സണെ വിട്ടിട്ട് വേറൊരാളുടെ കൂടെ പോയി. അപ്പോൾ നിങ്ങളോട് ചെയ്ത ആ ഒരു കർമ്മ നിങ്ങളുടെ പേഴ്സണ് തിരിച്ചു കിട്ടി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടിയ പേഴ്സൺ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള റീഡിംഗ് അല്ല. ഞാനത് ആദ്യമേ പറഞ്ഞിരുന്നു. നിങ്ങളുടെ പേഴ്സൺ മദർ, ഫാദർ അങ്ങനെയുള്ള തേർഡ് പേഴ്സൺസിന് വേണ്ടി നിങ്ങളെ ഉപേക്ഷിച്ചതാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതല്ല. വേറൊരു റൊമാൻറ്റിക് പേഴ്സണ് വേണ്ടിയിട്ടാണ് ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനൊരു റിലേഷൻ ഉണ്ടായത് എങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. തേർഡ് പാർട്ടി എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയാണ് ഇവരുടെ കൂടെ ചേർന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എപ്പോഴോ ഒരു തോന്നലുണ്ടായി, ഇത് കണ്ടിന്യൂ ചെയ്താൽ ഇതെനിക്ക് തന്നെ പ്രശ്നമായി മാറുമെന്ന്. അത് നടക്കാതെ വന്നപ്പോൾ, അങ്ങനെ ഒരു തോന്നൽ വന്നപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പിന്നോട്ട് മാറാൻ, അതായത് ഈ റിലേഷനിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ ആ റിലേഷനിൽ നിന്ന് പിന്മാറണമെന്ന് ആഗ്രഹിച്ചു. അത് നടക്കാതെ വന്നപ്പോഴാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ അവരുടെ ലൈഫിൽ നിന്നും പുറത്താക്കിയത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എന്തായാലും തിരിച്ചു വരും. അപ്പോൾ ഇനിയത്തെ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളുടേതാണ്. ഒരിക്കലും ഈ വ്യക്തി നിങ്ങളോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും അതിനുള്ള സാധ്യതയുണ്ട്.